ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ന്യൂ സിലബസ് ആണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റൊക്കെ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തത് ഈസി ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 8th നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോൺ ഏജിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ആദ്യത്തെ പേജിൽ നമുക്ക് എന്താണുള്ളത് നോക്കാം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, We saw in our last letter that the chief difference between man and other animals was the intelligence of man. This intelligence made him clever and stronger than enormous wild animals who would otherwise have destroyed him. അല്ലേ, നമ്മുടെ മനുഷ്യരെ അനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും ഒക്കെ വ്യത്യാസമാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് തന്നെയാണ്. കാര്യം നമുക്ക് അവരെക്കാളും ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അനിമൽസൊക്കെ ഇത്രയും സ്ട്രോങ് ആണ്. ഒരു ആനയെ പോലും ഒരു പാപ്പാൻ ഒരു തോട്ടി വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെയും നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇൻ്റലിജൻസ് ഇല്ലായിരുന്നെങ്കിൽ വിച്ച് വൈസ് സ്ട്രോങ്ങർ ദാൻ, അല്ലെ, നമ്മളെക്കാളും സ്ട്രോങ്ങറായ വൈൽഡ് അനിമൽസ് നമ്മൾ ഉറപ്പായിട്ടും ഡിസ്ട്രോയ് ചെയ്തിരുന്നേ. അപ്പോൾ ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഹാഡ് നോ സ്പെഷ്യൽ വെപ്പൺസ് ടു ഫൈറ്റ് ഹിസ് എനിമീസ്. ഹീ കുഡ് ഓൺലി ത്രോ സ്റ്റോൺസ് അറ്റ് ദം. അപ്പോൾ ആദ്യകാല മനുഷ്യർ, പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് വെച്ചാൽ ആദ്യകാല മനുഷ്യരാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു നോട്ടും കൂടെ ഞാൻ ആ ഒരു സ്ലൈഡ് ഷോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മീനിങ്സൊക്കെ അതിൽ കാണും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യകാല മനുഷ്യർ ഹാഡ് നോ സ്പെഷ്യൽ വെപ്പൺസ്. അവർക്ക് അങ്ങനെ സ്പെഷ്യൽ വെപ്പൺസോ കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺസ് തന്നെയാണ്. ആൻഡ് അവർ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എന്താണ്, ഈ സ്റ്റോൺസ് ജസ്റ്റ് എറിഞ്ഞ് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ദെൻ ഹി ബിഗാൻ ടു മേക്ക് ഔട്ട് ഓഫ് സ്റ്റോൺ axes, spears and many other things including fine stone needles. അല്ലേ, പിന്നെയാണ് ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ആക്സുകൾ, അല്ലേ, ആക്സ് നമുക്കറിയാം, കോടാലി. അതുപോലെ സ്പിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുന്തം. പിന്നെ അതുപോലെ ഫൈൻ സ്റ്റോൺ നീഡിൽസ്, അതായത് നമ്മുടെ ഈ സ്റ്റോൺ കൊണ്ട് തന്നെ ഇവർക്ക് നീഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്. അത് നമ്മുടെ ക്ലോത്തിങ്ങിനും തുണി തയ്ക്കാനും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം, ഈ സ്റ്റോൺ വെപ്പൺസൊക്കെ നമുക്ക് ലണ്ടനിലെ സൗത്ത് കെൻസിങ്ടൺ മ്യൂസിയത്തിൽ പോയാലും, അതുപോലെ ജനേവ എന്ന് പറയുന്ന നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ മ്യൂസിയത്തിൽ പോയാലും, നാഷണൽ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറയുന്ന ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൂൾസാണ് നമ്മൾ വൈൽഡ് അനിമൽസിൽ നിന്നും മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ അതിൽ സ്റ്റോൺ ആക്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം സ്പിയേഴ്സ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ സ്റ്റോൺ കൊണ്ടുള്ള നൈഫും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ മനുഷ്യർ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പേജിൽ. ഇനി സെക്കൻഡ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് കുഡ് ബി ദ പേർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. അപ്പോൾ എന്തിനൊക്കെയാണ് ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിരുന്നത്? ഏതൊക്കെ ടൂൾസ് എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തിനൊക്കെയായിരുന്നു? അപ്പോൾ ഒന്ന് പറയുന്നുണ്ടല്ലേ, നമുക്ക് അനിമൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹണ്ടിങ്ങിന്, ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ്, തടി വെട്ടാനും തടി കട്ട് ചെയ്യാനും തുടങ്ങിയതിനൊക്കെ നമ്മൾ ഈ സ്റ്റോൺ ടൂൾസൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. But the tools developed for the above mentioned purposes were made of stone in the beginning. Later stone was replaced by metal. അപ്പോൾ ആദ്യമൊക്കെ സ്റ്റോൺ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനുശേഷം മെറ്റൽ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ആർക്കിയോളജിസ്റ്റുകൾ തന്നെ ഹ്യൂമൻ ഹിസ്റ്ററിയെ പല സ്റ്റേജുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് സ്റ്റോൺ ഏജിൽ വരുന്ന 3 ഡിവിഷനാണ് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ആൻഡ് മെറ്റൽ ഏജിൽ വരുന്നതാണ് ബ്രോൺസ് ഏജും അയൺ ഏജും. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം സ്റ്റോൺ ഏജിലോട്ട് പോകാം. കാര്യം ഇത് നിങ്ങൾ 8th പഠിച്ചിട്ടുള്ളതാണ്, ഈ പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. ഐ തിങ്ക് ബ്രോൺസ് ആൻഡ് അയൺ ഈസ് ന്യൂ ടു യു ഗൈസ്, അല്ലേ? ഇപ്പോൾ സ്റ്റോൺ ഏജിലോട്ട് പോകാം. ഹാവ് യു എവർ തോട്ട് why the first phase of human history was called the Stone Age? എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി, ഫസ്റ്റ് ഫേസിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാനുള്ള കാര്യം? ഇപ്പോൾ ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്.
സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് എ സ്റ്റോൺ ഏജ്. അപ്പോൾ ആദ്യകാലത്ത് ഹ്യൂമൻസ് ഈ സ്റ്റോൺ ആണ് ടൂൾസും വെപ്പണുമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളാണ്. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ് ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ സ്റ്റോൺ ഏജിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. അപ്പോൾ പാലിയോലിത്തിക് ഏജ് നോക്കാം. The characteristic feature of the Paleolithic age is the use of rough അല്ലെങ്കിൽ unpolished stone tools. എന്ന് വെച്ചാൽ പോളിഷ്ഡ് അല്ല, അൺപോളിഷ്ഡ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള പ്രതലമുള്ള ടൂൾസാണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പാലിയോലിത്തിക് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം തന്നെ 2 ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ്. അതായത് പാലിയോസ് എന്ന് വെച്ചാൽ ഓൾഡ്, പഴയത്, അല്ലെങ്കിൽ ആൻഡ് ലിത്തിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ. അപ്പോൾ അതുകൊണ്ടാണ് പാലിയോലിത്തിക് ഏജ് എന്നുള്ള പേര് വന്നത്. So the making of tools is related to the means of subsistence of primitive humans. അപ്പോൾ എന്താണ് ഈ സബ്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപജീവനം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി, ലിവിങ്. അപ്പോൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നത് ആൾക്കാർക്ക്, പണ്ടത്തെ ആദ്യകാല മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദെർ വെർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. അപ്പം ആർക്കിയോളജി പറയുന്നുണ്ട് ഈ ടൂൾസിനെ ഇവർ 3 ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് യൂട്ടിലൈസേഷൻ, രണ്ടാമത്തത് ഫാഷനിങ്, മൂന്നാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ എന്താണ് യൂട്ടിലൈസേഷൻ? മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. നമ്മളൊരു സ്റ്റോണിനെ എടുത്തിട്ട് അതിനെ നമ്മൾ വേറെ ഷേപ്പോ സൈസോ ഒന്നും മാറ്റുന്നില്ല, അതേപോലെ ഉപയോഗിക്കുന്നതാണ് യൂട്ടിലൈസേഷൻ. ഇനി ഫാഷനിങ് എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് മാറ്റും. മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഷേപ്പ് അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കും ആവശ്യമുള്ള രീതിയിൽ. മൂന്നാമത്തതാണ് സ്റ്റാൻഡർഡൈസേഷൻ. മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. അതായത് നമ്മളെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുള്ള 3 ടൂൾസ് ഉണ്ട്. പെബിൾ ടൂൾസ്, ബൈഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്. അപ്പോൾ ഇത് 3 നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം പെബിൾ ടൂൾസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അധികം ഷേപ്പൊന്നും അതിനകത്ത് മാറ്റിയിട്ടില്ല. ഈ പെബിൾ ടൂൾസൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ലെതർ ഉണ്ടാക്കാനും, ലെതർ പ്രോസസ്സിങ്, അതായത് ലെതർ പോളിഷ് ചെയ്തൊക്കെ എടുക്കാനും, നമ്മുടെ ആനിമൽസിൻ്റെ സ്കിന്നൊക്കെ ഡ്രസ്സ് ചെയ്ത് എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ ബൈഫേസ് കോർ ടൂൾസ്. ബൈഫേസ് ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ വുഡൻ ടൂൾസൊക്കെ, ഈ തടിയൊക്കെ നമ്മളൊന്ന് കാർവ് ചെയ്ത് അതിനെ ഷേപ്പൊക്കെ ആക്കി കൊടുക്കാനും, അതുപോലെ ക്ലോത്ത്സ് ഉണ്ടാക്കാനും, കണ്ടെയ്നേഴ്സ്, കൊച്ചു കണ്ടെയ്നേഴ്സൊക്കെ ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ ഈ ബൈഫേസ് കോർ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലേക്ക് ടൂൾസ് നോക്കിക്കഴിഞ്ഞാലോ, അത് കുറച്ചുകൂടെ നമ്മൾ എടുക്കുന്നത് ഈ നമ്മുടെ മീറ്റിനെയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനും, അതുപോലെ അനിമൽസിൻ്റെ സ്കിൻ എടുക്കാനും, ഇതിനൊക്കെയാണ് ഈ ഫ്ലേക്ക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 3 നമ്മുടെ 3 ടൈപ്പ് ഓഫ് ടൂൾസ് അന്ന് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി ഒന്നുകൂടെ താഴെ പറയുന്നുണ്ട് ചോപ്പർ അല്ലെങ്കിൽ ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഈ ചോപ്പർ ടൂൾസ് എന്ന് പറയാനും നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സ്പിയേഴ്സ്, അതുപോലെ ഈ ടൂൾസിനെയൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാൻ, മൂർച്ച കൂട്ടി കൊടുക്കാനും, മീറ്റ് ഉണ്ടാക്കാനും, തുടങ്ങിയ മീറ്റ് കട്ട് ചെയ്തെടുക്കാനും, ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഈ ചോപ്പർ അല്ലെങ്കിൽ ചോപ്പിംഗ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്ക്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മൂർച്ച കൂടിയ ഒരു ബ്ലേഡായിട്ടുള്ള രീതിയിലും സ്റ്റോൺ ടൂൾസിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ കോൺ ആൻഡ് ഫ്ലേക്സ് എന്ന് നോക്കാം. അതായത് സിമ്പിളാണ് കേട്ടോ. വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more പീസസ്, ദ ലാർജസ്റ്റ് പീസ് ഈസ് കോൾഡ് ദ കോർ ആൻഡ് സ്മോളർ പീസ് ഈസ് കോൾഡ് ദ ഫ്ലേക്ക്. അപ്പോൾ ഒരു സ്റ്റോണിനെ നമ്മൾ മറ്റൊരു സ്റ്റോൺ കൊണ്ട് പൊട്ടിക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും വീഴുന്ന വലിയ പീസിനെ നമുക്ക് കോറെന്ന് വിളിക്കാം. അതിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞു പീസിനെ നമുക്ക് ഫ്ലേക്ക് എന്നും വിളിക്കാം. ദോസ് മെയ്ഡ് ഓഫ് കോർ സ്റ്റോൺസ് ആർ കോൾഡ് കോർ ടൂൾസ് ആൻഡ് ദോസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഫ്ലേക്സ് ആർ കോൾഡ് ഫ്ലേക്ക് ടൂൾസ്. അപ്പോൾ ആ വീഴുന്ന കോറിൽ നിന്നും ഉണ്ടാക്കുന്ന ടൂൾസിനെ നമുക്ക് കോർ ടൂൾസ് എന്ന് വിളിക്കാം. അതിൽ നിന്നും വീഴുന്ന ഫ്ലേക്കിനെ എടുത്തിട്ടുണ്ടാക്കുന്നതിനെ ഫ്ലേക്ക് ടൂൾസ് എന്നും വിളിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത്, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പാലിയോലിത്തിക് period, humans used tools made of bones in addition to stone tools. Observe the pictures given below. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? പാലിയോലിത്തിക് പീരീഡിൻ്റെ അവസാനമായപ്പോഴും ഹ്യൂമൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതും ബോൺസിൽ നിന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ബോൺസ് എന്ന് പറയുമ്പം മനുഷ്യരുടെ ബോൺസ് എടുക്കാം. മെയിനായിട്ട് ഇവർ അനിമൽസിൻ്റെ ബോൺസാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് അനിമലിൻ്റെ ബോണിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കുന്തം, സ്പിയറാണത്. രണ്ടാമത്തെ പിക്ചർ, അതായത്
അതെന്താണെന്നറിയാമോ? അത് നമ്മുടെ റെയിൻഡിയർ എന്ന് പറയുന്ന അനിമൽ. റെയിൻഡിയർ അതായത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുപോകുന്ന ആ ഒരു ഡിയറിനെ അറിയാമല്ലോ, ആ മാനിനെ. അപ്പോൾ അതാണ് റെയിൻഡിയർ. ആ റെയിൻഡിയറിൻ്റെ കൊമ്പിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹാർപ്പൂൺസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ കടൽ മീനിനെയൊക്കെ പിടിക്കാനായിട്ട് വലിയ വലിയ കടലിലൊക്കെ പോയിട്ടും അതുപോലെ വെള്ളത്തിലൊക്കെ ഉള്ളതിനെയൊക്കെ ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാർപ്പൂൺസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത പിക്ചറിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പേര് സ്പിയർ ത്രോയർ എന്നാണ്. അതായത് നമ്മളെ ഈ കുന്തം തന്നെ, പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറിഞ്ഞ് അനിമൽസിനെയൊക്കെ പിടിക്കാൻ പറ്റും. അത് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനും. ഡു ദ ടൂൾസ് ഇൻ ദ പിക്ചർ റിസംബിൾ എനി ടൂൾ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്? ഇഫ് യെസ്, വിച്ച് ആർ ദേ? അപ്പോൾ ആദ്യത്തത് സ്പിയർ, രണ്ടാമത്തത് ഹാർപ്പൂൺസ് ഫ്രം റെയിൻഡിയർ ഡിയർ എന്ന് എഴുതാം, പിന്നെ മൂന്നാമത്തത് സ്പിയർ ത്രോയർ എന്ന് എഴുതാം. ഇനി അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് പിക്ചേഴ്സാണ്. എവിടെയൊക്കെയാണത്? ചാവെറ്റ്, ഫ്രാൻസിലെ. ഈ ചാവെറ്റ് നിങ്ങൾക്ക് പരിചയം കാണും. 8th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ ചാവെറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്ത് ലാസ്കോ എന്ന് പറയുന്ന ഫ്രാൻസിലെ മറ്റൊരു സ്ഥലമാണ്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കാണുന്നത് ഐവറി സ്കൾപ്ചർ. സെറായിസ്ക്, റഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഒരു ഐവറി സ്കൾപ്ചറാണ്. ഐവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ചില കൊമ്പുകൾ എടുത്ത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. പണ്ട് നമ്മളിത് 8th പഠിച്ചിട്ടുണ്ട്, ഐവറിയൊക്കെ കൊണ്ട് ഈ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം. ഐവറിയിൽ പെയിൻറ്റ് ചെയ്യും. അപ്പോൾ കാർവ്ഡ് ഫിഗേഴ്സ് ഇൻ ക്യുസാക് ഫ്രാൻസ് കേവ്, 2 പിക്ചറാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ ഇനി തൊട്ട് താഴെ നമ്മൾ അതിനെപ്പറ്റി പറയും. പിന്നെ കാർവിങ്സ് ഓഫ് ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗാർമ കേവ്, സ്പെയിൻ. അപ്പോൾ ലാ ഗാർമ കേവിൽ ബോൺസ് കാർവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദ പിക്ചേഴ്സ് ഗിവൺ എബോവ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഹണ്ടിങ്ങിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്ന അന്നത്തെ നമ്മുടെ കലാപരമായിട്ടുള്ള ആർട്ടിസ്റ്റിക് സ്കില്ലുകളാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ പിക്ചേഴ്സ് ദാറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സച്ച് ആസ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്, കാർവ്ഡ് ഇമേജസ് ആൻഡ് സ്കൾപ്ചേഴ്സ് വെയർ എംപ്ലോയിഡ് ഡ്യൂറിങ് ദ ലേറ്റ് പാലിയോലിത്തിക് പീരീഡ്. അപ്പോൾ അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലോയിങ് ലൈൻസ്. കാര്യം നിങ്ങൾ ആ ക്യുസാക് ഫ്രാൻസ് കേവിലെ പിക്ചർ നോക്കിയേ, അതുപോലെ ലാസ്കോയിലെയും ചാവെറ്റിലേക്ക് നോക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ള ലൈന് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പിക്ചർ വരച്ചിട്ടുള്ളത്. അതുപോലെ ഇമേജസ് കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ബോണിൽ നിന്നും അതിനെ കാർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് അതിനകത്ത് വരച്ച് വെക്കുന്നതാണ് കൊത്തിയൊക്കെ എടുക്കുക. അതാണ് കാർവിങ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വന്നിട്ട് സ്കൾപ്ചറും കാണാം, ഐവറി സ്കൾപ്ചർ അല്ലേ, പ്രതിമയും കാണാം. Archaeologists are of the opinion that the depiction of animals, Chauvet and Lascaux caves, the carved figure of an animal and a woman, Cusack cave, and the Venus figure in Seracs, Russia are related to rituals or beliefs. അപ്പോൾ അന്നത്തെ ആർക്കിയോളജിസ്റ്റ് വിശ്വസിച്ചിരുന്നത് ഈ അനിമൽസിൻ്റെ പിക്ചേഴ്സ് വെച്ചിരുന്നതും അതുപോലെ ക്യുസാക്കിലെ വുമണിൻ്റെ പ്രതിമ മീൻസ് പിക്ചറാണ്, പ്രതിമ റഷ്യയിലാണ് ഐവറി സ്കൾപ്ചർ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ കൊത്തിയൊക്കെ വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അന്നത്തെ ആൾക്കാർ റിച്വൽസ്, പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഇവരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ആർക്കിയോളജിസ്റ്റ് പറയുന്നത്. ദ കാർവിങ്സ് ഓൺ ബോൺ ഫൗണ്ട് ഇൻ ലാ ഗാർമ കേവ് ഇൻ സ്പെയിൻ ആർ എവിഡൻസസ് ഓഫ് ഹ്യൂമൻ ആർട്ടിസ്റ്റിക് സ്കിൽസ്. അപ്പം ഈ പിക്ചേഴ്സും അതുപോലെ നമ്മുടെ ലാസ്റ്റത്തെ ലാഗാർമ കേവിലെ ആ ഒരു കാർവിങ്, ബോണിൽ നിന്നും കാർവ് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അന്നത്തെ ആൾക്കാർക്ക് വളരെയധികം ആർട്ടിസ്റ്റിക് സ്കില്ലുകളുള്ള ആൾക്കാരാണ്, അതായത് കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർ. ഇനി various colors were used to draw the cave paintings. These colors were made by grinding plants, tree bark and fruits and mixing with redstone powder. Such pictures were drawn on the inner walls of the caves where sunlight could not reach. അപ്പോൾ നമ്മളിത് 8th പഠിച്ചിട്ടുണ്ട്. ഈ കേവ് പെയിൻറ്റിങ്സ് വരയ്ക്കുന്നത്, കേവ് അറിയാമല്ലോ, കേവ് എന്ന് പറയുമ്പോൾ ഗുഹയ്ക്കകത്ത് വെട്ടം ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുപയോഗിച്ചിരുന്ന കളേഴ്സ് ഉപയോഗിച്ചാലേ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാണാനും പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാറ്ററൈറ്റ് പൗഡർ കൊണ്ട്, അതായത് നമ്മൾ ചുവന്ന കല്ലുകൾ അല്ലെങ്കിൽ ചുവന്ന മണലുണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ പറയുന്നുണ്ട് പ്ലാന്റ്സിനെ ഗ്രൈൻഡ് ചെയ്ത്, അതായത് പ്ലാന്റ്സിൽ നിന്നൊക്കെ ചതച്ചെടുത്ത് അതിൽ നിന്നുള്ള കളേഴ്സ്, ട്രീയുടെ തോടിൽ നിന്നും ഫ്രൂട്ട്സിനകത്തു നിന്നും കിട്ടുന്ന കളേഴ്സ്, റെഡ് സ്റ്റോൺ പൗഡർ ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇവർ കളേഴ്സ് ഉണ്ടാക്കി വരയ്ക്കുമായിരുന്നു. ആൻഡ് ദീസ് സ്റ്റോൺ കാർവിങ്സ് വെയർ മെയ്ഡ് യൂസിങ് സ്റ്റോൺ നൂഡിൽസ് ആൻഡ് ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺസ്. അപ്പോൾ ഈ സ്റ്റോൺ കാർവിങ്സ് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഈ സ്റ്റോൺ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നീഡിൽസ് കൊണ്ട് വരയ്ക്കും.
അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള വെപ്പൺസ് കൊണ്ടും ഇവർക്ക് ഇതിൻ്റെ പുറത്തൂടെ കൊത്തി കൊത്തി വരയ്ക്കാൻ പറ്റും. ദ പെയിൻറ്റിങ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഓൺ ദ സീലിങ്സ് ഓഫ് ദ കേവ്സ്. അപ്പം ഈ വാളിൽ മാത്രമല്ല, സീലിങ്സിലും മുകളിലും കേവിൻ്റെ മുകളിലും പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട്. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by primitive humans. അപ്പോൾ ഈ പിക്ചേഴ്സിൽ നിന്നും സ്കൾപ്ചേഴ്സിൽ നിന്നൊക്കെ നമുക്ക് നമുക്കൊരു തെളിവ് കിട്ടുന്നുണ്ട്. എന്താണ്, അന്നത്തെ ആൾക്കാർ വളരെയധികം ഇൻ്റലക്ച്വലാണ്, വളരെയധികം ബുദ്ധിയുള്ളവരാണ്. ടെക്നിക്കലി അവർക്ക് എന്താണ് ആ ഒരു സാങ്കേതിക വിദ്യ വരെ കൈവശമുണ്ട്. അതായത് നമ്മൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ വെപ്പൺസ് ഉണ്ടാക്കാനും അതുപോലെ പെയിൻറ്റ് ചെയ്യാനും ഒക്കെ അന്നത്തെ കാലത്തെ അവർക്ക് അത്രയും ഇൻ്റലിജൻ്റ് ആയിരുന്നു അവർ. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഈ പോയിൻ്റ് വൈസ് ആയിട്ടുള്ളതൊക്കെ എപ്പോഴും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ പോയിൻ്റ് വൈസ് നമുക്ക് നോക്കാം. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ടൂൾസ് അല്ലേ. അപ്പോൾ റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഇവർ ജീവിച്ചിരുന്നത് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. കേവുകളിൽ ജീവിച്ചിരുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഓപ്പൺ സ്പേസിൽ ജീവിച്ചിരുന്ന കാര്യം തൊട്ടടുത്ത പേജിൽ നമ്മളത് പഠിക്കും. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെയർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവർ ഹണ്ട് ചെയ്യുമായിരുന്നു, ഗ്യാദർ ചെയ്യുമായിരുന്നു. ഫുഡ് ഗ്യാതറിങ് മീൻസ് കളക്ട് ചെയ്യുമായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതമാർഗ്ഗം. ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബാൻഡ്സ്? ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. ബാൻഡ് മെമ്പേഴ്സ് വെയർ ബൗണ്ട് ബൈ ബ്ലഡ് റിലേഷൻ. അപ്പോൾ ബാൻഡ്സ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് റിലേഷൻ ആയിരിക്കും, അല്ലാതെ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. ഇവരെല്ലാവരും ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും. ഇവരെയാണ് ഒരു ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ബാൻഡ് തന്നെയാണ് ഓരോ സൊസൈറ്റി ആയിട്ട് അവിടുത്തെ സമൂഹം മൊത്തം ഈ ബാൻഡ്സ് ആയിരിക്കും. ആൻഡ് മെൻ വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗ്യാതറിങ്. അപ്പം മെൻ എന്ത് ചെയ്യും? ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ വുമൺ ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ഫുഡ് ഒരിക്കലും സ്റ്റോർ ചെയ്തൊന്നും വെക്കാനുള്ള ഫെസിലിറ്റി ഒന്നും വന്നില്ല. പിന്നെ നൊമാഡിക് ലൈഫ് അല്ലേ. നൊമാഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നൊമാഡ്സ് എന്ന് വെച്ചാൽ ഒരിടത്തുനിന്ന് കുറച്ച് നാൾ അവിടെ താമസിക്കും, പിന്നെ വേറൊരു നാട്ടിൽ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് പ്രിവെയിൽ ചെയ്തിരുന്നത്. പ്രിവെയിൽ മീൻസ് അവിടെ ഉടനീളം ഉണ്ടായിരുന്ന രീതി. തൊട്ടപ്പുറത്തെ പേജിൽ നിങ്ങൾക്കൊരു മാപ്പ് കാണാം. അതിനകത്ത് ലാസ്കോ കേവും അതുപോലെ തന്നെ ലാഗാർമ കേവും കുസാക് കേവും സെറായിസ്കും തുടങ്ങിയ സ്ഥലങ്ങൾ ചാവേറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇന്ത്യയും കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എവിടെയാണ്? യൂറോപ്പിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതലും നമ്മുടെ പഠിച്ച പാലിയോലിത്തിക് ഏജിൻ്റെ എവിഡൻസ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിലെ പാലിയോലിത്തിക് ഏജ് സൈറ്റിനെയൊക്കെ പറ്റിയിട്ട്. ഇനി നമുക്ക് മെസോലിത്തിക് ഏജിലോട്ട് നോക്കാം. മെസോലിത്തിക് ഈസ് ദ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ പാലിയോലിത്തിക് ടു നിയോലിത്തിക്. The word Mesolithic is derived from two Greek words, mesos, middle, and lithos. മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത്. അതുകൊണ്ടാണ് മെസോസ് എന്ന് വെച്ചാൽ മിഡിൽ, അതിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്കാണത്. അതുപോലെ ലിത്തോസ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റോൺ. അപ്പോൾ അതാണ് മെസോലിത്തിക് ഏജ് എന്ന പേര് വന്നത്. ഇനി തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പാലിയോലിത്തിക് ടൂൾസിൽ നിന്നും മെസോലിത്തിക്കിലോട്ട് എത്തിയപ്പോൾ ഉള്ള ഡിഫറൻസ് കഴിഞ്ഞ വർഷം പഠിച്ച അതേ പോയിന്റ്സ് ആണ്. ദീസ് ആർ സ്മോളർ ടൂൾസ് ദാൻ ദ വൺസ് യൂസ്ഡ് ഇൻ പാലിയോലിത്തിക് ഏജ്. കുറച്ചുകൂടെ സ്മോൾ ആണ് ടൂൾസ്. ഈ ഒരു കാലത്താണ് മൈക്രോലിത്സ് എന്ന് വെച്ചാൽ വളരെ സ്മോൾ ടൂൾസിനെയാണ് മൈക്രോലിത്ത് എന്ന് പറയുന്നത്. അതാണ് ഉപയോഗിച്ചിരുന്നത്. It has already been mentioned that the development of human communication began towards the end of Paleolithic period. അല്ലേ. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് ഈ ഒരു പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനത്തോടെയാണ്. ബട്ട് ഇൻ ഇന്ത്യ ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി സീൻ ഡ്യൂറിങ് ദ മെസോലിത്തിക് ഏജ്. പക്ഷേ ഇന്ത്യയിൽ ഇത് മെസോലിത്തിക് ഏജിലാണ് കാണാൻ കഴിയുന്നത്. അതാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വർക്ക്സ് ഓഫ് ആർട്ട് ഇൻ ദ കേവ് സെൻറ്റേഴ്സ് ഓഫ് ബിംബേദ്ക, ലഖാജോർ, കത്തോല, ഇങ്ങനെ ഇന്ത്യയിലെ പല മെസോലിത്തിക് സൈറ്റുകളാണിത്. ഇവിടെയൊക്കെ ഉള്ള ഓരോ എവിഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കേവ്സിനകത്തുള്ള ആർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓരോ പിക്ചറും കാണാം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അടുത്ത പേജിൽ ചോദിക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ എബവ് ആൻഡ് ലിസ്റ്റ് ഡൗൺ ദ ആക്ടിവിറ്റീസ് ഡെപ്പിക്റ്റഡ് ഇൻ ദം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ഇപ്പോൾ ഇവിടെ നമുക്ക് ഹണ്ടിങ് കാണാം,
പിന്നെ അവരെന്താണ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അല്ലേ, റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, പാട്ട്, ഡാൻസ് തുടങ്ങിയതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അനിമൽസിനെ റിയറിങ് സ്കിന്നൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ആർട്ട് പെയിൻറ്റിങ് ഒക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. ആർട്ട് പെയിൻറ്റിങ്ങും അവർ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അനിമൽസിൻ്റെ മൂവ്മെൻ്റൊക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമുക്ക് ഈ പിക്ചേഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ദ വേസ് ഓഫ് ലൈഫ് ഓഫ് മെസോലിത്തിക് ഹ്യൂമൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സാക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മൈക്രോലിത്സും വളരെ സ്മോൾ ടൂൾസുമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഹണ്ടിങ്ങും ഗ്യാതറിങ്ങിൻ്റെയും കൂടെ ഇവർ ഉപയോഗിച്ചിരുന്നു. ഫിഷിംഗ് ഓൾസോ ബിക്കം എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. ഈ ഒരു കാലഘട്ടത്താണ് ഇവർ ഫിഷിങ്ങും കൂടെ നല്ലപോലെ തുടങ്ങുന്നത്. പിന്നെ ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, അതായത് അനിമൽസിൻ്റെ വളർത്തുക, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നതിനെയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അമ്യൂസ്മെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതായത് ഡാൻസിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ചെയ്യുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ മെന്ന് ഹണ്ടിങ്ങിന് പോകുമ്പോൾ വുമൺ എന്ത് ചെയ്യും, ഗ്യാദർ ചെയ്യും. അതുകൊണ്ട് തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ട് അവർ ലേബർ കൊടുത്തിരുന്നു, ജോലി. ഇനി മെസോലിത്തിക് സെൻറ്റേഴ്സ് മെയിനായിട്ട് സ്റ്റാർക്കാർ ഇംഗ്ലണ്ട്, ഫഹീൻ കേവ് ശ്രീലങ്ക, സറായ് നഹർ റായ് ഇന്ത്യ, അത് ഉത്തർപ്രദേശിലാണ്. ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള മെസോലിത്തിക് സെൻറ്റർ. ഇതിനകത്ത് സ്റ്റാർക്കാറിലെ ഒരു മെസോലിത്തിക് സൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ പിക്ചർ കണ്ടില്ലേ. അതാണ് നമ്മൾ അവിടെ നേരത്തെ 5 പോയിൻ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേവിൽ ജീവിച്ചത് നമുക്കറിയാം. ഓപ്പൺ സ്പേസസിൽ അതാണ് ഈ ഒരു പിക്ചർ. ഇതൊരു ഓപ്പൺ എയർ സെറ്റിൽമെൻ്റ് ആണ്. നിങ്ങൾ ആ റൈറ്റ് സൈഡിലെ പിക്ചർ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ഓപ്പൺ എയർ സെറ്റിൽമെൻ്റ് ആണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവർക്ക് ഒരുപാട് ഓർഗാനിക് റിമൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓർഗാനിക് റിമൈൻസ് എന്ന് പറയുന്നത് ജൈവ അവശിഷ്ടങ്ങളെയാണ്. ഓക്കെ, അതിപ്പം നമ്മുടെ പ്ലാന്റ്സിൽ നിന്നാവാം, അതുപോലെ അനിമൽസിൻ്റേതാണ് കൂടുതൽ ഇവർക്ക് തെളിവുകളായിട്ട് കിട്ടിയിട്ടൊക്കെ ഉള്ളത്. പിന്നെ ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹിയർ. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റോണും ബോണും അതിൻ്റെയൊക്കെ ടൂൾസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എവിഡൻസസ് ഓഫ് ഏർലി കാർപ്പൻട്രി, പണ്ട് തൊട്ടേ കാർപ്പൻട്രി ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഏർലി ഹ്യൂമൻസ് അണ്ടർ ദിസ് ഏരിയ ആസ് എ ടെമ്പററി സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ഒന്നുമല്ല, അന്ന് കാലത്തൊട്ട് ഇവരൊരു ടെമ്പററി സെറ്റിൽമെൻ്റ് ആയിരിക്കും, താൽക്കാലികമായിട്ടൊരു സ്ഥലത്ത് സെറ്റപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അടുത്തത് സറായി നഹർ റായ്, മെസോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ സറായ് നഹർ റായ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഓക്സ്ബോ ലേക്ക് ഇൻ പ്രതാപ് നഗർ ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ്. അപ്പോൾ ഓക്സ്ബോ ലേക്കിൻ്റെ അടുത്താണ് ഇത് ഉള്ളത്. മൈക്രോലിത്സ്, എ മേജർ ഫീച്ചർ ഓഫ് മെസോലിത്തിക് കൾച്ചർ പീരീഡ് ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. ഇവിടെ നിന്നൊക്കെയാണ് മൈക്രോലിത്തുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ളത്. മൈക്രോലിത്ത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നല്ലോ, സ്മോൾ സ്റ്റോൺ ടൂൾസിനെയാണ് മൈക്രോലിത്ത് എന്ന് പറയുന്നത്. ദ ടോൾ ഹ്യൂമൻ ബോൺസ് ഫൗണ്ട് ഹിയർ ആർ സിഗ്നിഫിക്കൻറ്റ് ആർക്കിയോളജിക്കൽ എവിഡൻസ്. അതുപോലെ ഒരുപാട് പൊക്കമുള്ള, അതായത് ടോളെന്ന് വെച്ചാൽ ഉയരം കൂടിയ ഹ്യൂമൻ ബോൺസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ആൾക്കാർക്ക്, അതായത് മെന്നിന് 180 സെൻറ്റിമീറ്ററും വുമണിന് 170 സെൻറ്റിമീറ്ററും വരെ പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോഴത്രയും ഇല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു ആവറേജ് 160 വുമണിനും 170 മെന്നിനെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ബോസ് ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. അപ്പോൾ ബോസും ആരോസും ഒക്കെ ഉപയോഗിച്ചിരുന്നു, അമ്പും വില്ലും ഒക്കെ. പിന്നെ അതിൽ നിന്ന് എവിഡൻ്റ് ആണ് ടു ഷോ ദാറ്റ് സീഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് സ്റ്റോർ. അവർ പണ്ടത്തെ ആൾക്കാർ സീഡൊക്കെ വിത്ത് കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതുപോലെ അനിമൽ ഹൈഡ് വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. അതുപോലെ അനിമൽസിൻ്റെ സ്കിന്നൊക്കെ അന്നത്തെ കാലത്തെ മനുഷ്യർ ക്ലോത്തിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിയോലിത്തിക് ഏജും ബാക്കിയുള്ള ഏജസിനെ പറ്റിയൊക്കെ, മെറ്റൽ ഏജും അയൺ ഏജും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് ഓൺലൈനായിട്ട്, സാധാരണ അല്ലാതെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അപ്പോൾ എനിക്കത് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ വർഷം കുറച്ച് എളുപ്പമുള്ള സിലബസാണ്. ഓക്കെ, ശരി അപ്പോൾ.